ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയുണ്ട്. അതായത് മലേഷ്യ 300 റോഹിംഗ്യൻ മുസ്ലിംസുമായി വന്ന ഒരു ബോട്ട് അത് അനധികൃതമായിട്ടാണ് മലേഷ്യയിലേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രമിച്ചത്. ആ ബോട്ട് മലയിട ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് റോഹിംഗ്യൻസിനെ അനധികൃതമായി ഞങ്ങൾ അകത്തേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 196 റോഹിംഗ്യൻസ് അതിനകത്തുള്ളവരെ മലേഷ്യ ഇപ്പോൾ പുറത്താക്കിയിട്ടുമുണ്ട്. ഈ റോഹിംഗ്യൻ മുസ്ലിംസിനെ കുറിച്ച് പറയുമ്പോൾ ആരാണ് ഈ റോഹിംഗ്യൻ മുസ്ലിംസ് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും പല ആൾക്കാർക്ക് ഉണ്ടാകും. അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് ബിജേട്ടനോട് ചോദിക്കാനുള്ളത്, ഇവർ അറാക്കൻ ആർമിയുടെ കത്തിക്കിരയാകുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള നിലവിളി ഇപ്പോൾ ലോകമെമ്പാടുമുള്ള സാധാരണ മുസ്ലിംസിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നു. അതൊന്നാമത്തെ കാര്യം. ഈ മ്യാൻമറിലെ റഖൈൻ സ്റ്റേറ്റിൽ താമസിക്കുന്ന ഒരു രാജ്യമില്ലാത്ത ഒരു വിഭാഗമാണ് ഈ റോഹിംഗ്യൻ മുസ്ലിംസ് എന്നാണ് പറയുന്നത്. 2017 ഇവർ അതിഭീകരമായി വംശീയ ഉന്മൂലനത്തിന് ഇരയായി ഇവർ മ്യാൻമറിൽ നിന്ന് കുടിയിറക്കപ്പെട്ടു അല്ലെങ്കിൽ ചിതറിക്കപ്പെട്ടു. അതിനുശേഷം ഇവർ പല ഭാഗത്തായിട്ട് അലഞ്ഞു തിരിയുകയാണ്. ഇന്ത്യയിലേക്ക് ഇവർ കുറെ പേർ പ്രവേശിച്ചിട്ടുണ്ട്. നമ്മൾ ഇല്ലീഗൽ ബംഗ്ലാദേശികളെ കണ്ടെത്തുന്ന കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്ന ഒരു വിഭാഗം റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ്. അതിനുശേഷം മലേഷ്യയിലേക്ക് കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ബംഗ്ലാദേശിലേക്ക് ധാരാളം, ഇപ്പൊ കൂടെ 60,000 റോഹിംഗ്യൻ മുസ്ലിംസിനെ ബംഗ്ലാദേശിലേക്ക് അറക്കൻ ആർമി ഓടിച്ചു വിട്ടു. ഈ അറക്കൻ ആർമിയുടെ ഒരു പ്രത്യേകത, ഇവർ റോഹിംഗ്യൻ മുസ്ലിംസിനെ എവിടെ വെച്ച് കണ്ടാലും ഉടനെ വധിച്ചു കളയും എന്നുള്ളതാണ് അറക്കൻ ആർമിയുടെ ഒരു പ്രത്യേകത. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ മ്യാൻമറിൽ ഇവർ ഉണ്ടാക്കിയ ആഭ്യന്തര കലാപം അതിഭീകരമായിരുന്നു. ഇപ്പോ റോഹിംഗ്യൻ മുസ്ലിംസിന്റെ അവസ്ഥ എന്താണ്? ഇവർ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ നമ്മുടെ സർക്കാർ എന്തൊക്കെ ഒരു നിലപാടാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് സ്വീകരിച്ചിട്ടുള്ളത്? ഈ റോഹിംഗ്യൻ മുസ്ലിംസിനെ എന്തുകൊണ്ട് GCC രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്? പക്ഷേ റോഹിംഗ്യൻ മുസ്ലിംസിന്റെ മനുഷ്യാവകാശമൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അവർ ഗൾഫ് കൺട്രീസിൽ റോഹിംഗ്യൻസിനെ പ്രവേശിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. ലോകത്ത് എമ്പാടും 20 ദശലക്ഷം റോഹിംഗ്യ മുസ്ലിംസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു അനൌദ്യോഗിക കണക്ക്. കാരണം ഇവരെ കുറിച്ച് വ്യക്തമായ കണക്കൊന്നും എങ്ങുമില്ല. കാരണം അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക സെൻസസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓരോ രാജ്യത്തിന്റെയും പക്കലുള്ള കണക്കുകളും ഏകദേശ കണക്കുകളും വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കണക്ക് വരുന്നത്. അവര് ഏറ്റവും കൂടുതൽ ഉള്ളത് അവരുടെ ഒരു ജനിച്ച പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം, അതിന് ഉറപ്പൊന്നുമില്ല. അതായത് ഈ മ്യാൻമാറും ബംഗ്ലാദേശും തമ്മിൽ ചേരുന്ന ഒരു പ്രദേശം, നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ അറേക്കൻ എന്ന ഉള്ളൊരു വിഭാഗത്താണ് ഈ അറക്കൻ ആർമിയൊക്കെ വരുന്നതും അറക്കൻ ആർമി ഈ പ്രശ്നം ഉണ്ടാക്കി പിടിച്ചെടുക്കുന്നതുമായ പ്രദേശങ്ങളെല്ലാം ഇതിൽ വരുന്നതാണ്. ഇവിടെയാണ് ഈ റോഹിംഗ്യകൾ വന്നിരുന്നത്. ശരിക്കും റോഹിംഗ്യകളെ ഈ പറയുന്ന മ്യാൻമാറിലുള്ളവര് റോഹിംഗ്യകൾ എന്നല്ല വിളിക്കുന്നത്, ബംഗാളികൾ എന്നാണ്. കാരണം ബംഗാളിൽ നിന്നാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. അവരെ ബംഗ്ലാദേശികൾ, അപ്പൊ അഭയാർത്ഥികളായിട്ടാണ് അവരെ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഈ ലോകത്തുള്ള ചില ഇസ്ലാമിക രാജ്യങ്ങൾ അല്ലെങ്കിൽ ചില മുസ്ലിം രാജ്യങ്ങൾ ഇവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇവരെ എവിടെങ്കിലും ഒന്ന് കുടിയിരുത്തണമല്ലോ. ഇവരെ ഉൾക്കൊള്ളാൻ ബംഗ്ലാദേശിന് കഴിയില്ല, പാകിസ്ഥാന് കഴിയില്ല, ഈ കരയുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ഒന്നും കഴിയില്ല. അപ്പൊ ഇവരെ എവിടെങ്കിലും കുടിയിരുത്തണം. കുടിയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമമാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് മ്യാൻമാറിൽ നടന്നു വരുന്ന ഒരു ആഭ്യന്തര കലാപത്തിന്റെ ഒരു കാരണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഇവരെല്ലാവിധ സപ്പോർട്ടും കൊടുക്കുകയും ഇവരെ കൊണ്ട് ആയുധം എടുപ്പിച്ച് പോരാടി അവിടുന്ന് ഒരു സ്വന്തം നിങ്ങളുടേതായ ഒരു രാജ്യം ഉണ്ടാക്കൂ, ബാക്കി ഞങ്ങൾ ഏറ്റു, ഞങ്ങൾ ഈ ലോകത്ത് എല്ലായിടത്തും ഇല്ലേ, ഞങ്ങൾ എല്ലാ രാജ്യത്തും ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇവർക്ക് പണി പാളിയത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചൈന ഇവരെ ഏഴായാലും തടിപ്പിക്കില്ല. പക്ഷെ റോഹിംഗ്യ മുസ്ലിങ്ങളെ ചൈന യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ ജോലികൾക്കും മറ്റുമായിട്ട് ഈ അടിമപ്പണി ചെയ്യിക്കാൻ റോഹിംഗ്യ മുസ്ലിങ്ങളെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചൈന ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടെ ഉള്ള ഉയ്ഗൂറുകളെ പോലും അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ പുറത്തുനിന്നുള്ള ഇവരുടെ കാര്യം പറയണ്ട. അങ്ങനെ ഇവര് അവിടെ ഏതാണ്ട് ഒരു 10 ജില്ലകളിൽ അധികം മ്യാൻമാറിൽ ഇവർ അധികാരം പിടിച്ചു. അധികാരം പിടിച്ചതിന് ശേഷം ഇവർ ചെയ്തത് അവിടുത്തെ ഈ ബുദ്ധിസ്റ്റുകൾക്ക് നേരെ ആക്രമണം അഴിച്ചു വിടുകയാണ്. ഈ ബുദ്ധവിഹാരങ്ങൾ തകർക്കുക, അവരുടെ സന്യാസികളെ ജീവനോടെ ചുട്ടരിക്കുക. അങ്ങനെ കൊടിയ നമുക്കറിയാം ഈ തീവ്രവാദ സംഘടനകളൊക്കെ പലയിടത്തും അധികാരം പിടിക്കുമ്പോൾ അവർ ചെയ്യുന്നത് പോലെ തന്നെ നിഷ്ഠൂരമായ രീതിയിൽ ഈ ബുദ്ധിസ്റ്റുകളെ കൊന്നെടുക്കുകയും അവരെ തകർത്ത് കളയുകയും അവരെ പട്ടിണിയിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ബാക്കിപത്രമാണ് ഇന്ന് ഉയർന്നു വന്നിരിക്കുന്നത് ഈ അരക്കൻ ആർമി എന്ന് പറയുന്ന തേവാര ബുദ്ധിസ്റ്റുകളുടെ സംഘടന. അതായത് ഈ പറയുന്ന റോഹിംഗ്യകളുടെ കൊടിയ മർദ്ദനത്തിനും ക്രൂരതയ്ക്കും ഇരയാകപ്പെടേണ്ടി വന്നവർ, അവരുടെ എന്താ പറയുന്ന ആരാധനാലയങ്ങൾ പോലും ചുട്ടരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് അവിടെ ഒരു അടി ആദ്യം തുടങ്ങുന്നത്. ഏതാണ്ട് 10 ലക്ഷത്തോളം പേര് അഭയാർത്ഥികളായിട്ട് അന്ന് ഈ മ്യാൻമാറിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്. അതിനകത്ത് 6 ലക്ഷത്തോളം പേര് ബംഗ്ലാദേശിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് കുറച്ചു പേര് നമ്മുടെ ജമ്മു കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തി. അങ്ങനെ ഇവർ ലോകത്തിന്റെ പല ഭാഗത്തേക്കും എത്തി. പക്ഷെ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഗൾഫ് കൺട്രീസ് ഒന്നും ഇവരെ സ്വാഗതം ചെയ്യുകയോ ഇവരെ കൊണ്ടുപോകുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്ത മലേഷ്യയിൽ നിന്ന് ഇവരെ പുറത്താക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇവര് പൊതുവെ ഇവരെ
അപകടകാരികളായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇവരെ കൂടുതലും ആളുകൾ യൂസ് ചെയ്യുന്നത് ഈ ഭീകരവാദത്തിനും മറ്റുമാണ്. കാരണം ഇവർക്ക് സ്വന്തമായിട്ട് പേരും മേലുവിലാസവും കാര്യങ്ങളും ഒന്നുമില്ല. ഇവരെ കുറച്ച് പണം കൊടുത്ത് പ്രലോഭിപ്പിച്ച് ഇവരെ ഈ ഭീകരവാദത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇവർ മതപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുന്നി വിഭാഗത്തിൽ പെടുന്നതാണ്. സുന്നി ഇസ്ലാം മതവിശ്വാസികൾ തന്നെയാണ് ഇവർ. അതുകൊണ്ട് തന്നെയാണ് ഉയ്ഗൂറുകൾക്ക് വേണ്ടി കരയാൻ ലോകത്ത് അധികം മുസ്ലിം രാജ്യങ്ങളൊന്നും വരില്ല. പക്ഷെ ഇവർക്ക് വേണ്ടി കരയാൻ വരുന്നതിന് കാരണം ഇവർ സുന്നികളായതുകൊണ്ട് മാത്രമാണ്. ഉയ്ഗൂറുകൾ വേറൊരു വിഭാഗമായതുകൊണ്ടാണ് ഉയ്ഗൂറുകൾക്ക് വേണ്ടിയിട്ട് ആരും നിലവിളിക്കാൻ ഇല്ലാത്തത്. അതിപ്പോ നമ്മൾ ഈ അടുത്തും കണ്ടായിരുന്നു. ലെബനനിലൊക്കെ വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. നസറുള്ളയൊക്കെ മരിക്കുമ്പോഴും അവർ മിണ്ടിയിട്ടില്ല. അത് ഇതിനകത്ത് തന്നെയുള്ള ഒരു വംശപരമായ വ്യത്യാസമാണ്. പക്ഷെ ഈ റോഹിംഗ്യകളെ കുടിയിരുത്തണമെന്നുള്ളത് ഐക്യരാഷ്ട്രസഭ അടക്കം അതിനുവേണ്ടി പല പദ്ധതികളും പ്ലാനുകളും ഒക്കെ നടത്തിയിരുന്നു. ഇതിൽ വലിയ കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബംഗ്ലാദേശ് ഇവരെ വലിയ രീതിയിൽ പാവിട്ട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ ആളുകളാണ്, ചെയ്യണം, അത് ചെയ്യണം. ഈ ബംഗ്ലാദേശ് മുൻപ് എന്താ ചെയ്തത്? ഈ മ്യാൻമാറിൽ നിന്ന് കുടിയേറി വന്ന ആ ബംഗ്ലാദേശ് ഈ പറയുന്ന റോഹിംഗ്യകളുടെ കടന്നു വന്ന ബോട്ട് ഇവർ മുക്കി, ബംഗ്ലാദേശ് മുക്കുകയായിരുന്നു. നമ്മളിപ്പോ പറയുന്നപ്പോൾ ഈ അരക്കൻ ആർമി പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു നദിയാണ്. അതായത് മ്യാൻമാറിന്റെ ബംഗ്ലാദേശിന്റെ ബോർഡർ കടന്നു പോകുന്ന നദിയാണ്. ആ നദിയിലൂടെ കടന്നു വന്ന ബോട്ട് ഈ ബംഗ്ലാദേശിന്റെ ആ ബംഗ്ലാദേശിന്റെ സൈന്യം ഈ ബോട്ട് മുക്കി. 100 കണക്കിന്, ഇന്നും അറിയില്ല എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന്. അതിപ്പം രണ്ട് സൈഡിൽ നിന്നും അടി നടക്കുമ്പോൾ ആരാ കൊന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ബോട്ട് മുക്കി കൊലപ്പെടുത്തിയത് ബംഗ്ലാദേശാണ്. കാരണം അത്രയും വലിയ ഒരു രീതിയിലേക്ക്. എന്നിട്ട് ബംഗ്ലാദേശ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യാൻമാറിന്റെ അധീനതയിലുള്ള ദ്വീപുകളുണ്ട്. അത് മ്യാൻമാർ പറയുന്നത് അവരുടേതാണ്, ബംഗ്ലാദേശികൾ പറയുന്നത് അവരുടേതാണ്. ഏതായാലും അത്തരത്തിലുള്ള ദ്വീപുകളുണ്ട്. എന്തായാലും ബംഗ്ലാദേശിന് ആ ദ്വീപുകൾ സംരക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ ബംഗ്ലാദേശിന്റെയാണ്, നിങ്ങൾ ഇവിടെ താമസിച്ചു എന്ന് പറഞ്ഞ് ഇത്തരം ദ്വീപുകളിലാണ് ഇവരെ കൊണ്ട് കുടിയിരുത്തിയത്. ഇവരെ അതിനുശേഷം ഈ ബംഗ്ലാദേശിൽ നിന്നും മറ്റുമൊക്കെയുള്ള റിക്രൂട്ട് ഏജൻസികൾ ഇവരെ ഈ പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ ഇന്ത്യയിൽ അവർ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അവിടെ ഈ ഇടതുപക്ഷം ഭരിച്ചപ്പോഴും പിന്നീട് മമത വന്നപ്പോഴുമൊക്കെ ഇവരെ കൊണ്ട് കുടിയിരുത്തിയിട്ട് വോട്ട് ബാങ്ക് ആക്കി മാറ്റി. ഏതാണ്ട് 6 ജില്ലകളിൽ ഇവർ ശക്തമാണ് പശ്ചിമ ബംഗാളിൽ. അവിടെ കൊണ്ടുവന്ന് ഇവരെ വോട്ട് ബാങ്ക് ആക്കി മാറ്റുക, അതിന്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. അവിടെ മിക്കവാറും മനുഷ്യർ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഈ ഇരുവിഭാഗം മുസ്ലിങ്ങൾ തമ്മിൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അകത്തുള്ള 2 വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം എന്ന് പറഞ്ഞായിരിക്കും മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത്. ആ വാർത്തയിൽ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ അടിച്ചവനും അടി കിട്ടിയവനും ഒരേ വിഭാഗത്തിലാണെന്ന് നമുക്ക് തോന്നും. അതിന് കാരണം തദ്ദേശീയരായ മുസ്ലിങ്ങൾ ഇവർക്കെതിരാണ്, ഈ കടന്നു വന്നവർക്കെതിരാണ്. ഈ സമാനമായ കേസ് തന്നെയാണ് ആസാമിലുള്ളത്. ആസാമിൽ തദ്ദേശീയരായ മുസ്ലിങ്ങൾ കടന്നു വന്ന ഈ റോഹിംഗ്യകൾക്കെതിരാണ്. അവിടെയും റോഹിംഗ്യകൾ. നമ്മുടെ ഇന്ത്യയിൽ ഈ റോഹിംഗ്യകളെ ഇപ്പോഴല്ല, നേരത്തെ മുൻകാലങ്ങളിൽ റോഹിംഗ്യകൾ എന്ന പേരിലായിരുന്നില്ല അറിയപ്പെട്ടിരുന്നത്. നമ്മൾ അവരെ ബംഗ്ലാദേശികൾ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറ്റക്കാർ, ബംഗ്ലാദേശിൽ നിന്ന് വന്നവർ, ബംഗ്ലാദേശികൾ എന്നായിരുന്നു. ഈ ലേബൽ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ പശ്ചിമ ബംഗാളിലും അസാമിലുമൊക്കെ കടന്നുകൂടിയത്. പിന്നീടാണ് ഇവർ റോഹിംഗ്യകളാണ് എന്നുള്ളതും ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് മേൽവിലാസം ഇല്ല എന്നുള്ളതും മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ഈ അപകടകാരികൾ എന്നാണ് പൊതുവെ ഇവർ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾക്ക് കുടിയേറ്റേണ്ട ഒരു ആവശ്യവും നമ്മുടെ രാജ്യത്തിനില്ല. കാരണം ഇത്രയും സ്നേഹം ഇവരോടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബംഗ്ലാദേശ് ഇവരെ കുടിയിരുത്തുന്നില്ല, പാകിസ്ഥാൻ ചെയ്യുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല? ഇവരെല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലാ രാജ്യങ്ങളിലും ഉണ്ടല്ലോ. അവിടെ എല്ലാം ഇവർ അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. അവിടെ എല്ലാം ഇവര് വലിയ ക്രൂരമർദ്ദനത്തിന് ഇരയായി ജീവിക്കപ്പെടുന്നവരാണ്. പലയിടത്തും നമ്മളറിയാം, പല ഭീകരവാദി ഭാഗമാണോ? അങ്ങനെയാണ് ഇവരെ കുറിച്ച് പറയുന്നത്. അതിപ്പം ഈ ബംഗ്ലാദേശികളെ കുറിച്ചും അങ്ങനെ ചില ഗൾഫ് രാജ്യങ്ങളിൽ പറയാറുണ്ട്. പൊതുവെ അവർക്ക് മദ്യപാനത്തോടും മയക്കുമരുന്നിനോടും ആസക്തി ഉള്ളവരും സ്ത്രീലമ്പടരുമാണ്, അവർ കുറച്ചുകൂടെ ക്രൂരമായി പെരുമാറുന്നു, ബുദ്ധി അല്പം കുറവാണ് എന്നൊക്കെ പലരും പല രീതിയിൽ ഇവരെ വ്യാഖ്യാനിക്കാറുണ്ട്. അത് നമുക്ക് എത്രത്തോളം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതിപ്പോ ബംഗ്ലാദേശികളെ കുറിച്ചും പറയാറുണ്ട്, ഇവരെ കുറിച്ചും പറയാറുണ്ട്. അതുകൊണ്ട് ഇവരെ ഏത് രീതിയിൽ വേണേൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. ഇവരെങ്ങും പോയിട്ട് ഒരു നല്ല രീതിയിൽ ജീവിക്കുന്നതായിട്ട് നമ്മൾ ഒരു രാജ്യത്തും കണ്ടിട്ടില്ല. എന്നാൽ പല സ്ഥലത്തു നിന്നും ഇവിടെ ജോലിക്ക് വന്നിട്ട് ഇവിടെ വലിയ വലിയ മുതലാളിമാരായ എത്രയോ സ്ഥലത്തുള്ളവരുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ പോലും. ഇവരെങ്ങനൊന്നും എങ്ങും വന്നിട്ടില്ല. അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാഞ്ഞിട്ടില്ല. അത് നമുക്കറിയാം. ഈ ഭീകളൊക്കെ ചത്തൊടുങ്ങുമ്പോൾ പലരുടെയും പേരും അഡ്രസ്സും പോലും ഇല്ലാത്ത അനവധി പേരുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം പേരും ഈ റോഹിംഗ്യകളാണ് എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. കാരണം ഇവരെ അവരുടെ ഒരു വാടക ഗുണ്ടകളായിട്ടോ അല്ലെങ്കിൽ വാടകയ്ക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു വിഭാഗമായിട്ട് ലോകത്തെല്ലായിടത്തും അലഞ്ഞു തിരിയുന്ന ഒരു വിഭാഗമായിട്ടാണ്. പക്ഷെ ഇവരെ കുറിച്ച് പറയുമ്പോൾ ഇവര് വളരെ പാവങ്ങളായിരുന്നു എന്നുള്ള ഒരു വേർഷൻസും വരുന്നുണ്ട്.
അതായത് ഇൻഡോ ആര്യൻ ദ്രാവിഡൻ ഇൻഡോ ആര്യൻസിന്റെ ഒരു വകഭേദമായിരുന്നു എന്നും ഇവര്, ഇതിൽ കുറച്ചുപേര് ഹിന്ദുമത വിശ്വാസികളായിരുന്നു എന്നൊക്കെ പല പല വകഭേദങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക് ഞാൻ പറഞ്ഞില്ല, സ്വന്തമായിട്ട് ഒരു ഉം, ഐഡന്റിറ്റി ഇല്ലാതെ അലഞ്ഞു തിരിയപ്പെടുന്ന ഒരു വിഭാഗം. പക്ഷെ ഈ വിഭാഗം ഉം, ചെല്ലുന്നിടത്തൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഇവർ വലിയ സംഘർഷങ്ങൾക്കോ സ്ഫോടനങ്ങൾക്കോ തീവ്രവാദങ്ങൾക്കോ കാരണമാകുന്നു ഇവർ എന്നുള്ളിടത്താണ്. കാരണം ഇവർ പൊതുവെ അക്രമകാരികളാണെന്നുള്ളിടത്താണ് ഇവിടെ അത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ കേരളത്തിലടക്കം പണിക്ക് വരുന്നവരെ എന്തുകൊണ്ടാണ് അപകടകാരികൾ എന്ന് ഉം. നമ്മൾ പറയാൻ കാരണം, അസമിലായാലും കേരളത്തിലായാലും ഒക്കെ ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിലും കൊലപ്പെടുത്തുന്നതിലുമൊക്കെ എല്ലാവരും പ്രതികൾ ഇവരായി മാറുന്നത് കൊണ്ടാണ് നമ്മൾ ഇവരെ അങ്ങനെ പറയുന്നത്. ലോകത്തെല്ലായിടത്തും ഉം. ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇവർക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ റോഹിംഗ്യകളെ കുറിച്ച് പറയുമ്പോൾ ഈ മ്യാൻമറിൽ ഇവരുടെ ധാരാളം സായുധ കലാപങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇവരുടെ ധാരാളം സായുധ കലാപങ്ങൾ മ്യാൻമറിൽ നടക്കുന്നു. ആ സായുധ കലാപങ്ങൾ അവിടെ നടന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ അരക്കൻ ആർമിയുടെ ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു ഉത്ഭവം ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അരക്കൻ ആർമി ഇവരെ ഉന്മൂലനം ചെയ്യാനായിട്ട് പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിലേക്ക് റോഹിംഗ്യൻസിനെ മുഴുവനായിട്ട് ഓടിക്കുന്നത് കേൾക്കുന്നു. ഇപ്പൊ ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ട് അതിഭീകരമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ സംഘർഷഭരിതമാണ്. അവിടെ നിന്ന് ഈ റോഹിംഗ്യൻസ് വീണ്ടും ഇങ്ങോട്ടേക്ക് കുടിയേറാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ അതിർത്തികളൊക്കെ വളരെ ദുർബലമാണ് എന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത്. ഇന്ത്യയിലേക്ക് ഇനിയിപ്പോ വലിയ രീതിയിൽ അവരുടെ ഒരു കടന്നുകയറ്റം അസാധ്യമാണ്. കാരണം പഴയതുപോലല്ല, വളരെ കർശനമായിട്ട് തന്നെ ഒരു നിരീക്ഷണ സംവിധാനമുണ്ട്. അത് മാത്രമല്ല, പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പഴയതുപോലെ നമ്മൾ അവരെ വെച്ചിരുന്നിട്ട് പിന്നീട് വിചാരണ ചെയ്ത ആ ഒരു പരിപാടി ഇപ്പൊ നമുക്കില്ല. പിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പുറത്താക്കുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. എന്തിനേറെ പറയുന്നു, ഈ സംഘർഷം രൂപപ്പെട്ടതിന് ശേഷം നമ്മൾ കണ്ട ഒരുപാട് കാഴ്ചകളുണ്ട്. അതിനകത്ത് ഒന്ന്, ഈ അസമിലെ IIT പഠിച്ച ഒരു പെൺകുട്ടി അവിടെ ഇന്ത്യ വിരുദ്ധമായ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. ആ കുട്ടിയെ അന്ന് രാത്രി തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ പിടികൂടുകയും പിറ്റേ ദിവസം ബംഗ്ലാദേശിലേക്ക് നാട് കടത്തുകയും ചെയ്തു. അത് നമ്മുടെ അവിടെ പഠിക്കാനായിട്ട് വന്നൊരു കുട്ടിയാണ് ബംഗ്ലാദേശിൽ. അതായത് കുടിയേറ്റക്കാരല്ല, ഒഫീഷ്യലായിട്ട് നമ്മുടെ ഇതിന് പഠിക്കാൻ വന്നൊരു കുട്ടിയാണ് പിറ്റേ ദിവസം തന്നെ കയറ്റി വിട്ടത്. അപ്പൊ വലിയ രീതിയിൽ തന്നെ ഇവരെ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് റോഹിംഗ്യ മുസ്ലിങ്ങളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളും റോഹിംഗ്യ മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മുമ്പ് അല്ല ചേട്ടാ, ഞാൻ നമുക്കതില്ലായിരുന്നു. ചോദിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ പാകിസ്ഥാൻ ISI, പാകിസ്ഥാന്റെ ചാര സംഘടനയായിട്ടുള്ള ISI ബംഗ്ലാദേശിലേക്ക് കടന്ന് ബംഗ്ലാദേശിൽ റോഹിംഗ്യൻ മുസ്ലിംസിന് ആയുധങ്ങൾ കൊടുത്ത് അവരെ അരക്കൻ ആർമിയെ നേരിടാനുള്ള ഒരു സായുധ സംഘമായിട്ട് പല മാധ്യമങ്ങളും അതിനെ തീവ്രവാദ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്, രൂപീകരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ തന്നെ കൊടുത്തതാണ്. അപ്പോ അവരങ്ങനെ ഒരു സായുധ സംഘം രൂപീകരിക്കുന്നതിന്റെ പിറകിൽ അങ്ങനെ റോഹിംഗ്യൻ മുസ്ലിംസ് വരുന്നുവെങ്കിൽ അതിന്റെ പിറകിൽ പാകിസ്ഥാനാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ലക്ഷ്യം അരക്കൻ ആർമിയല്ല, അത് ഇന്ത്യയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ ബംഗ്ലാദേശികൾ ഇപ്പൊ യൂനസ് അടക്കമുള്ളവർ അതിന് മൗനാനുവാദം കൊടുത്തിട്ടുണ്ട് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ അറിയാത്തൊരു കാര്യമുണ്ട്, അങ്ങനെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അവിടെ ഒരു ശക്തിയായി വളർന്നു വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം അവർ തകർക്കാൻ പോകുന്ന ബംഗ്ലാദേശിനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതിനുശേഷം ഇന്ത്യക്ക്, അതായത് പാകിസ്ഥാനിൽ നിന്ന് നമുക്കിപ്പോ ഒരുപാട് ഭീഷണികളുണ്ട്, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തൊയ്ബ എന്നൊക്കെ പറഞ്ഞു. അപ്പുറത്ത് ഒരു നമ്മുടെ ATBയോ അങ്ങനെ ഒരു തീവ്രവാദ ഗ്രൂപ്പുണ്ട് ബംഗ്ലാദേശിൽ. അതിന്റെ കൂടെ റോഹിംഗ്യൻസിനെയും കൂടെ കൊണ്ടുവന്ന് രണ്ട് ഭാഗത്തു നിന്നും ഭീകരവാദത്തെ അഴിച്ചുവിടാനുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ നടത്തുകയാണ്. അപ്പൊ ഈ റോഹിംഗ്യൻസ് അങ്ങനെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അല്ല, ഉയർന്നു പോയപ്പോ ധനുഷ് പറഞ്ഞ ഒരു സാധ്യതയുണ്ട് അവർ ഉയർന്നു വരാനുള്ളത്. പക്ഷെ ഇപ്പൊ റോഹിംഗ്യകളെ സംബന്ധിച്ച് ഇപ്പൊ അവർക്കൊരു എന്താ പറയുന്നത്, 1 ഇഞ്ച് മണ്ണ് വേണം സ്വന്തമായിട്ട്. അതിപ്പോ ബംഗ്ലാദേശിന്റെ ഒരിടത്ത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും അത് ചെയ്യാൻ പോകുന്നത് ഈ പാകിസ്ഥാന്റെ കൂടെ സഹായത്തോടെ ഇവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഈ പറയുന്ന അരക്കൻ ആർമി കയറി വരുന്ന ആ അതിർത്തി പ്രദേശങ്ങളിൽ ഇവരെ കുടിയിരുത്താനുള്ള ഒരു സാധ്യതയാണ് കൂടുന്നത്. സമീപ കാലത്ത് ഇവരെ കൊണ്ട് ഇന്ത്യക്കെതിരെ വാളെടുപ്പിക്കാം എന്നൊരു ചിന്ത ഇവരുടെ കയ്യിൽ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ബാംഗ്ലൂരെ തീറ്റിപ്പറ്റാനുള്ള കപ്പാസിറ്റി നിലവിലില്ലതാനും. ഇങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇന്ത്യക്ക് ഭീഷണി തന്നെയാണ് ഇവർക്ക് ഇങ്ങനെ ഒരു പരിശീലനം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ അതിർത്തി കിടക്കുന്ന എക്കാലവും നമുക്ക് ഭീഷണി തന്നെയാണ്. ഇതിനകത്ത് ചെറിയവൻ വലിയവൻ എന്ന് പറയുന്നില്ല. നേരത്തെ പറഞ്ഞ ഈ ABT എന്ന് പറയുന്ന ഭീകര സംഘടന ഒന്നുമല്ലായത്. 2017 അസാമിൽ അവര് 5 പേരെ പിടികൂടുമ്പോഴാണ് അവരുടെ ശക്തി നമ്മൾ അറിയുന്നത്. അവരിങ്ങനെ പലയിടത്തും സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ളത്. അപ്പോ ഇതിന് സാധ്യതകൾ വളരെ കൂടുതലാണ്, ഇല്ല എന്നല്ല, വളരെ കൂടുതലായിട്ടൊരു കാര്യമാണ്.
നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ അരക്കൻ ആർമി ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രദേശം, ഇപ്പൊ അരക്കൻ ആർമി മൂവ് ചെയ്യുന്ന ഈ സെന്റ് മാർട്ടിൻസ് ദ്വീപ് പിടിച്ചടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ മൂവ് ചെയ്യുമ്പോൾ ഇതിന് തൊട്ടടുത്ത കേന്ദ്രങ്ങളിലാണ് ഈ പറയുന്ന റോഹിംഗ്യ മുസ്ലിങ്ങളെ അഭയാർത്ഥി ക്യാമ്പുകൾ ഏറെയും ഉള്ളത്. ഏതാണ്ട് 6 ലക്ഷം പേരുണ്ടെന്നാണ് കണക്ക് ബംഗ്ലാദേശിന്റെ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കൂട്ട മരണം തന്നെ സംഭവിച്ചു എന്ന് വരും. കാരണം ഇവരെ കണ്ണിൽ കണ്ടാൽ അപ്പൊ കൊല്ലുന്ന ഒരു ടീമായിട്ട് അരക്കൻ ആർമി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അവരത് മാറാനുള്ള ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അവർ കാലങ്ങളായിട്ട് ഈ റോഹിംഗ്യകളുടെ പീഡനം ഏറ്റുവാങ്ങി മുമ്പോട്ട് വന്നൊരു ജനതയാണ്. അവർക്ക് പട്ടിണിയിൽ അവരായി, ഒന്നും കഴിക്കാനില്ലാത്ത സാഹചര്യമേ, അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. ഇപ്പൊ അവർ പിടിച്ചെടുത്തിരിക്കുന്ന ഈ ജില്ലകളിൽ 15 ജില്ല അവർ പിടിച്ചു എന്ന് പറയുന്നെങ്കിൽ ഈ 10 ജില്ലകളിലും ഇവരായിരുന്നു മേൽക്കൈ ഉണ്ടായിരുന്നത്, റോഹിംഗ്യകളായിരുന്നു. അവർക്ക് അവിടെ ഒരു സ്വന്തം രാജ്യം സ്ഥാപിക്കേണ്ടി വന്നപ്പോഴാണ് അവിടെയുള്ള ബുദ്ധിസ്റ്റുകള് സ്വയം ആയുധം എടുക്കേണ്ടി വന്നതും. തീയിലേക്കൊക്കെ ഈ ബുദ്ധ സന്യാസിമാരെ എടുത്തെറിയുന്ന വിഷ്വൽസ് ഒക്കെ വ്യാപകമായിരുന്നു. ഇവരെ പിടികൂടുക, അപ്പോൾ തന്നെ എടുത്ത് തീയിലിടുക, അങ്ങനെയൊക്കെയായിരുന്നു. ഇവർക്ക് വേണ്ടി വാദിക്കാനൊക്കെ ആദ്യം ചില ആളുകളൊക്കെ വന്നെങ്കിൽ പിന്നീട് അവരും പിന്മാറുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഈ ബുദ്ധമതത്തിന്റെ ആ ഒരു സംസ്കാരം സംരക്ഷിക്കാനാണ് ചൈന ആദ്യമായിട്ട് അവിടുത്തെ ഗ്രൂപ്പുകൾക്ക് ആയുധം നൽകി തുടങ്ങിയത്. ഈ അരക്കൻ ആർമിയുടെ ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ അവിടുന്ന് തുടങ്ങുന്നത്. അപ്പോഴും ഇന്ത്യ ഇതിനകത്ത് വലിയ ഇൻവോൾവ് ചെയ്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ. പിന്നീടാണ് ഇന്ത്യ കൂടി അതിനകത്ത് പങ്കാളി ആയിക്കൊണ്ട്. കാരണം ഇവർ വളർന്നു വരുന്ന ഇന്ത്യക്കും വലിയ അപകടകരമാണ്. കാരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരായിട്ട് വരുന്ന റോഹിംഗ്യകളാണ്. മണിപ്പൂരിൽ നിന്ന് 5000 പേരെയല്ലേ പിടികൂടിയത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. 5000-ഓളം റോഹിംഗ്യകളാണ് പിടികൂടി പുറത്താക്കുന്നത്. ഇപ്പൊ വ്യാപകമായ രീതിയിൽ തന്നെ റോഹിംഗ്യകളെ പിടികൂടി പുറത്താക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറിയിട്ടുണ്ട്. അപകടകാരികൾ തന്നെയാണ്. കാരണം ഇവരെ ഏത് രീതിയിലും ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഭീകരവാദ സംഘടനകളെ സംബന്ധിച്ച് ഒരു കാര്യം. എന്തായാലും റോഹിംഗ്യകളെ കൂട്ടത്തോടെ മലേഷ്യയിലേക്ക് കടക്കാമെന്ന റോഹിംഗ്യകളെ 300 പേരടങ്ങുന്ന റോഹിംഗ്യൻ സംഘത്തിനെയാണ് ഒരു കടലിൽ വെച്ച് തന്നെ ആ ബോട്ട് തടഞ്ഞിരിക്കുന്നത്. 196 പേരെ, കടക്കാൻ ശ്രമിച്ചവരെ പിടികൂടി ഇപ്പോൾ ജയിലിൽ അടയ്ക്കുന്നു എന്ന റിപ്പോർട്ടുകൾ മലേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നു. അതിനിടയിലാണ് മ്യാൻമറിൽ പുതിയൊരു രാജ്യം രൂപീകരിക്കാനായിട്ട് അരക്കൻ സൈന്യം ഇപ്പോൾ ഒരുങ്ങുന്നത്. അതിന് ഇന്ത്യ ആ രാജ്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ സെയിന്റ് മാർട്ടിൻ ദ്വീപൊക്കെ ഇന്ത്യക്ക് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റോഹിംഗ്യൻസ് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ മ്യാൻമറിലുള്ള ഒരു വംശീയ വിഭാഗമാണ്, ഞങ്ങൾക്ക് അവിടെ രാജ്യം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് റോഹിംഗ്യൻസ് അവര് ചരിത്രപരമായിട്ടുള്ള അവരുടെ ഇതെന്ന് പറയുന്നത്. അറബികൾ, മുഗളർ, പോർച്ചുഗീസ് എന്നിവരുടെ സ്വാധീനമുള്ള ഞങ്ങൾ യഥാർത്ഥത്തിൽ മ്യാൻമറിൽ ഉള്ള ആൾക്കാരായിരുന്നു. ഇന്ത്യക്കും മ്യാൻമറിനും ഇടയിൽ ഞങ്ങൾക്കൊരു രാജ്യം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അവരവിടെ വാദിച്ചിരുന്നത്. ആ വാദമൊക്കെ പൊളിഞ്ഞടങ്ങി ഇപ്പോ അരക്കൻ ആർമി, ആ രാജ്യം മൊത്തത്തിൽ അരക്കൻ ആർമി എടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്തായാലും റോഹിംഗ്യൻസിന്റെ ഗതി ഇതിലേറെ പരിതാപകരമാകാൻ സാധ്യത. ബംഗ്ലാദേശ് റോഹിംഗ്യൻസിനെ വിശ്വസിച്ച് ഒരു തീവ്രവാദ സംഘടന റോഹിംഗ്യൻസിന്റെ ഇടയിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമാണെങ്കിൽ ആദ്യം അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് പാവം ബംഗ്ലാദേശിലെ ജനങ്ങളായിരിക്കും. എന്നൂടെ പറഞ്ഞിട്ട് നമുക്ക് താങ്ക് യു സോ മച്ച്.